ചില വെളിപ്പെടുത്തലുകൾ ചിലരുടെ ജീവിതത്തിന് പിടിച്ചുനിൽപ്പിന്റെ ഊർജ്ജം പകരും. അത്തരമൊരു വാർത്തയാണ് ഇനി പറയുന്നത്. 8 വർഷം മുൻപ് അധ്യാപകനെതിരെ നൽകിയ പീഡന പരാതി വ്യാജമായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥിയായ യുവതി. അധ്യാപകന്റെ പള്ളിയിലെത്തി പരസ്യമായി കുറ്റസമ്മതം നടത്തിയ യുവതി കോടതിയിലെത്തി മൊഴി നൽകുകയും ചെയ്തു. ഇതോടെ അധ്യാപകന്റെ 8 വർഷത്തെ ദുരിത ജീവിതത്തിനാണ് അറുതിയായിരിക്കുന്നത്. ആയാംകുടി മധുരവേലി സ്വദേശി CD ജോമോനെതിരായ പീഡന പരാതിയാണ് എറണാകുളം സ്വദേശിയായ യുവതി പിൻവലിച്ചത്. കുറുപ്പന്തറയിൽ പാരാമെഡിക്കൽ സ്ഥാപനം നടത്തുകയായിരുന്നു ജോമോൻ. 2017 ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനി ജോമോനെതിരെ പീഡന പരാതി നൽകുന്നത്. പരിശീലനത്തിനായി കൊണ്ടുപോകുന്ന വഴി പീഡിപ്പിച്ചെന്നായിരുന്നു കുട്ടിയുടെ പരാതി. ഇതിന് പിന്നാലെ ജോമോന്റെ ജീവിതം തന്നെ താറുമാറായി, തകിടം മറിഞ്ഞു. വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജോമോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥാപനം പൂട്ടി. കുടുംബാംഗങ്ങളും നാട്ടുകാരും അദ്ദേഹത്തെ അകറ്റി നിർത്തി. പരാതി കൊടുക്കുന്നതിന് മുൻപായി ചിലർ പണം ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നതായി ജോമോൻ പറഞ്ഞു. പിന്നീട് കേസിന്റെ പിന്നാലെയായി ജീവിതം. കുടുംബം പട്ടിണിയിലായതോടെ മറ്റു പണികൾ ചെയ്യാൻ തുടങ്ങി. താൻ ആത്മഹത്യക്ക് പോലും മുതിർന്നിരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനിടെ പരാതി നൽകിയ വിദ്യാർത്ഥിനി വിവാഹമൊക്കെ കഴിച്ച് ജീവിതം ആരംഭിച്ചിരുന്നു. ഈയിടെയാണ് പരാതിക്കാരി ജോമോന്റെ ദുരിത ജീവിതത്തെ പറ്റി അറിഞ്ഞത്. തുടർന്ന് ഭർത്താവിനൊപ്പം ജോമോന്റെ നാട്ടിലെത്തി. സമീപത്തെ ദേവാലയത്തിലെത്തി ജോമോൻ നിരപരാധിയാണെന്നും ചിലരുടെ പ്രേരണയാൽ പീഡന പരാതി നൽകിയതാണ് എന്നും കുറ്റസമ്മതം നടത്തി. പള്ളിയിലെ ശുശ്രൂഷയ്ക്കിടെ പെൺകുട്ടി ജോമോനോടും കുടുംബത്തിനോടും പരസ്യമായി ക്ഷമ ചോദിക്കുകയും ചെയ്തു. പിന്നീട് കോടതിയിൽ ഹാജരായി മൊഴി കൊടുത്തതോടെ ജോമോനെ വിട്ടയച്ചു. തന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ട് എന്ന് ജോമോൻ പറഞ്ഞു. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. ഇപ്പോഴെങ്കിലും തിരുത്താനുള്ള മനസ്സ് കാണിച്ചത് വലിയ കാര്യം തന്നെയാണ് താനും. പക്ഷേ ആ മനുഷ്യന് നഷ്ടപ്പെട്ട 8 വർഷങ്ങൾ, ഏറ്റുവാങ്ങിയ അവഗണന, അറ്റുപോയ ബന്ധങ്ങൾ, നിലംപതിച്ച സ്വപ്നങ്ങൾ, തകർന്നുപോയ കുടുംബം, ഇതൊന്നും തിരികെ നൽകാൻ ആർക്കും സാധിക്കില്ലല്ലോ. ഒരല്പം പണത്തിനോ പ്രതികാരത്തിനോ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇല്ലാതാകുന്നത് ഒന്നും അറിയാത്ത ഒരുപാട് പേരുടെ ജീവിതം കൂടിയായിരിക്കും എന്നോർത്താൽ നന്ന്.